പലപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്, അത് വളരെ വില പിടിച്ചതാണ്, ഓ അത് വളരെ വില കൂടിയതാണ് എന്നൊക്കെ. എപ്പോഴും എന്തിനാ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് എന്ന് തന്നെ പറയുന്നത്? സെയിം മീനിങ് ഉള്ള വേറെ എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം, മാറി മാറി ഉപയോഗിക്കാം. ഇറ്റ്സ് എക്സ്പെൻസീവ് എന്ന് ഉപയോഗിക്കുന്നതിന് പകരം ഉപയോഗിക്കാവുന്ന വേറെ ചില എക്സ്പ്രഷൻസ് നോക്കൂ. ഇറ്റ്സ് പ്രൈസി, ഇറ്റ് കോസ്റ്റ് എ സ്മോൾ ഫോർച്യൂൺ, ഇറ്റ്സ് ഔട്ട് ഓഫ് മൈ പ്രൈസ് റേഞ്ച്, ഇറ്റ് കോസ്റ്റ് an arm and a leg, it costs a pretty penny. ഈ എക്സ്പ്രഷൻസിൻ്റെ ഒക്കെ മീനിങ് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്, അത് വളരെ വില കൂടിയതാണ് എന്ന് തന്നെയാണ്. അപ്പോൾ നമുക്കിതൊക്കെ മാറി മാറി ഉപയോഗിക്കാം കേട്ടോ. ഇനി അത്തരം എക്സ്പ്രഷൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഓരോ എക്സാമ്പിൾസ് നോക്കൂ. ദ ന്യൂ സ്മാർട്ട് ഫോൺ ലുക്സ് അമേസിങ് ബട്ട് ഇറ്റ്സ് എ ബിറ്റ് പ്രൈസി. ആ പുതിയ സ്മാർട്ട് ഫോൺ വളരെ നല്ലതാണ്, ഇറ്റ്സ് അമേസിങ്, ബട്ട് ഇറ്റ്സ് എ ബിറ്റ് പ്രൈസി. പക്ഷേ അത് വെരി എക്സ്പെൻസീവാണ്, വില പിടിച്ചതാണ്. ഐ ലവ് ദാറ്റ് ഡിസൈനർ ഹാൻഡ് ബാഗ് ബട്ട് ഇറ്റ്സ് ഔട്ട് ഓഫ് മൈ പ്രൈസ് റേഞ്ച്. ആ ഡിസൈനർ ഹാൻഡ് ബാഗ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇറ്റ്സ് ഔട്ട് ഓഫ് മൈ പ്രൈസ് റേഞ്ച്, അത് ഒട്ടും അഫോർഡബിൾ അല്ല, ഒരുപാട് എക്സ്പെൻസീവാണ്. ദാറ്റ് കോൺസേർട്ട് ടിക്കറ്റ് കോസ്റ്റ് എ പ്രിറ്റി പെനി. ആ ഒരു കോൺസേർട്ടിൻ്റെ ടിക്കറ്റ് ഒരുപാട് വില പിടിച്ചതാണ്. ദ ലേറ്റസ്റ്റ് ഹൈ എൻഡ് ഗാഡ്ജറ്റ്സ് ക്യാൻ കോസ്റ്റ് എ സ്മോൾ ഫോർച്യൂൺ. ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സുകളൊക്കെ ഇറങ്ങിയില്ലേ, ഹൈ എൻഡ് ഗാഡ്ജറ്റ്സ്, ഇതൊക്കെ ഒരുപാട് എക്സ്പെൻസീവാണ്. റെനോവേറ്റിംഗ് അവർ എൻറ്റയർ ഹൗസ് കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ് ബട്ട് ഇറ്റ് വിൽ വർത്ത് ഇറ്റ് ഇൻ ദ എൻഡ്. വീട് മുഴുവനായിട്ട് ഒന്ന് പുതുക്കുക എന്ന് പറഞ്ഞാൽ വളരെ വില പിടിച്ച ഒരു കാര്യമാണ്, പക്ഷേ അവസാനം അതിൻ്റെ ഒരു വില മതിക്കും.